വാഗ്ദത്തം ലഭിച്ചതായിരിക്കുന്ന യോശുവ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം ഇതുവരെയും നടക്കാതിരിക്കുമ്പോൾ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം തന്നിൽ കൂടെ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യോശുവയുടെ അടുക്കൽ കടന്നുപോയി ചെന്ന് ചോദിക്കുന്നതായിരിക്കുന്നൊരു ചോദ്യമാണ് ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രധാനമായിട്ട് കാലേബിനെ കുറിച്ചൊന്ന് പഠിച്ചു വയ്ക്കുവാൻ സാധിക്കുമെങ്കിൽ 1, 2, 3 ശ്രേഷ്ഠമായിരിക്കുന്ന വേദപുസ്തകം ഞാൻ പഠിച്ചിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ വളരെയധികമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ തക്കണം ഇടിയായിത്തീരുന്ന ഒരു വ്യക്തിയാണ് കാലേബ് എന്ന് പറയുന്നത്. ഈ കാലേബിനെ ദൈവം തെരഞ്ഞെടുക്കുവാനുള്ള സാഹചര്യം കൂടെ നിങ്ങൾ ചിന്തിക്കണം. കാലേബിനെ തെരഞ്ഞെടുത്തപ്പോൾ എവിടുന്നാണ് തെരഞ്ഞെടുത്തുവെന്ന് ചിന്തിക്കുമ്പോൾ 74,600 പേർ അടങ്ങുന്ന ഒരു ഗോത്രത്തിൽ നിന്നാണ് സ്വർഗ്ഗസ്ഥനായ ദൈവം കാലേബിനെ തെരഞ്ഞെടുക്കുവാനായിട്ടിടയായിത്തീർന്നത്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഇത്രയും ജനത്തിൽ നിന്ന് നിന്നെ തെരഞ്ഞെടുക്കുവാനുള്ള കാരണമെന്ന്? കാലേബിന് പറയുവാൻ സ്വർഗ്ഗസ്ഥനായ ദൈവമാണ് അതിനുത്തരം കൊടുക്കുന്നത്. സ്വർഗ്ഗസ്ഥനായ ദൈവം പറയുന്നത് മറ്റുള്ള 74,599 പേരെ പോലെ അല്ല എന്റെ ദാസനായ കാലേബ്. കാലേബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ വേറെ സ്വഭാവമുള്ളവനാ. ഹോളി സ്പിരിറ്റ് അവൻ എന്നെ പൂർണ്ണമായി പറ്റി നിന്നവനാ. എന്റെ ഒന്നാമത്തെ ചോദ്യം, സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ ചുറ്റുപാടുമായിരിക്കുന്നവർക്ക് ഉള്ള സ്വഭാവം തന്നെയാണോ നിങ്ങൾക്കുള്ളത്?